7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. എന്ത് പറ്റി രമണ? ഇത് പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി. അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ എന്താ? കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. ഇവനത് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഉണ്ട്, ഞാൻ ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾക്ക്. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, പഠിക്കാതെയും പോവാണ്ട് പണിയെടുക്കാതെ വീട്ടിലുള്ള അപ്പുറം ഇപ്പുറമുള്ള ബോയ്സിന് ഫോൺ വിളിച്ച് കുത്തിയിരുന്ന അനിയത്തി എടുത്ത് ഞാൻ പറഞ്ഞു. ഇവനൊരു ചേട്ടനാണോ? സ്വന്തം പെങ്ങളെ പറ്റിയല്ലോ ഇവന് പറയുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇവന് അങ്ങനെ ഒരു ബോധമുണ്ടോ? ആ പെങ്കൊച്ചിനൊരു ഭാവിയുണ്ടോ? ഈ ചേട്ടൻ എന്ന് പറയുന്ന ഈ ടാഗ്രയുള്ള നാറിക്ക് എന്തോ ആയിക്കോട്ടെ, അതിന്റെ പെങ്ങളല്ലയോടാ. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇതിനെ പറ്റിയാണോ നീ പറയണേ? എന്ത് തോന്നിയ ദിവസം പറയണേ? നിന്റെ ലെവൽ ഇപ്പം നീ എത്രമാത്രം തരം താഴാമെന്ന് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലായി. മനുഷ്യരായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. എനിക്ക് തോന്നണില്ല അവരുടെ ഭാഗത്ത് കുറ്റമാണോ. എനിക്ക് മെയിൻ ആയിട്ട് ഇവന്റെ സംസാരം കേട്ടിട്ട് ഇവന്റെ ഭാഗത്ത് ഇവന്റെ നാക്കാണ് മെയിൻ എന്നാണ് എനിക്ക് തോന്നണത്. ഇതാ തന്നെ അങ്ങനെ ശരിയാണ്, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടുണ്ടായ അച്ഛന്റെ ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റാണ്ട് അമ്മ അവിടെ ഇരുന്ന് പോവുകയാണ് ഉണ്ടായത്. സ്വന്തം ഭർത്താവിന്റെ കൊടും ക്രൂരതകൾ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ. ഒരു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കുകൾക്കും മുന്നിൽ തളർന്നു കൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി. അജാതി ഡയലോഗാണ് അമ്മയെ പറ്റി അന്ന് ഇവൻ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ ഇന്ന് വന്ന് പറയുന്നത് എന്റെ പൊന്ന് പ്രശ്നേഷേ. വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ളപ്പരിശ. കോടാലി കൈക്കോടാലിയൊക്കെ എടുത്തോണ്ട് വെട്ടാൻ വരല്, ചവിട്ടി ഇറക്കല് തീർത്തിരുന്നു. അത്രയും ക്രൂരനായിരുന്നു ഞങ്ങളുടെ പിതാജി. പണ്ട് ക്രൂരനായ പിതാജിയെ വിറ്റ് ഇവൻ റീച്ച് ഉണ്ടാക്കി. ഇപ്പോ സ്വന്തം അമ്മയും പെങ്ങളെയും കുറ്റം പറഞ്ഞ് ഇവൻ ജീവിക്കുന്നു. എന്തോന്നടേ ഇതൊക്കെ? പോയി ചത്തുടടാ. മനുഷ്യരാലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം.